ഇതൊരു വെറൈറ്റി പുതിന ഉണ്ടാ. ഇതിന്റെ പേര് ഗൾഫ് മിന്റ് ചായ പുതിന എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ പലയിടത്തും പല പേരിലൊക്കെയാണ് അറിയപ്പെടണത്. നമുക്ക് പുതിന പോലെ ഇരിക്കുമെങ്കിലും ഇലകളൊക്കെ വ്യത്യാസമാണ് കണ്ട. നമ്മുടെ സാധാരണ പുതിനയുടെ ഇലാന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിലായിരിക്കുള്ളൂ. ഇത് കണ്ട നല്ല നീളത്തിലുള്ളതാണ്. തണ്ടുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് കണ്ട. അപ്പൊ ഭയങ്കര സ്മെല്ലാണ്. പ്രധാനമായിട്ടും ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചായ ഉണ്ടാക്കാൻ, ചായയിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ആവി പിടിക്കാനും നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ജ്യൂസിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ വെള്ളം തിളപ്പിക്കൂലേ, അതിൽ നമുക്ക് ഇതിന്റെ ഇലയും തണ്ടൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ എടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള പുതിന ഇത്. അപ്പൊ ഇത് വളർത്തേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ കമ്പ് മുറിച്ചിട്ടാണ് നമ്മ ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ വേര് പിടിക്കുന്നതാണ് ഈ പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ നട്ടേക്കണേന്ന് വെച്ചാല് ചീരയൊക്കെ നടണ ബാഗില് വെറും ചാണകപ്പൊടി മാത്രം ഇട്ട് വളർത്തിയേക്കണതാണ്. അത്യാവശ്യം നല്ല വെയിലുള്ളടത്ത് വേണം നമ്മ ഈ പുതിന വളർത്താനായിട്ട്. നമ്മ തണലത്തൊന്നും കൊണ്ട് പുതിന വളർത്താൻ പാടില്ല. പുതിന പോലെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വന്നതല്ല കേട്ടാ ഈ ചായപ്പുതിനൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് രോഗങ്ങളും കീടങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ. നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ്. നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ഹാങ്ങിങ് പോട്ടിലും അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ വെച്ചുപിടിപ്പിച്ചാൽ നല്ലോണം തന്നെ വളരണാണ് കണ്ട. നന്നായിട്ട് തന്നെ വളരും ഇത്. അപ്പൊ നമുക്ക് വേറെ ഒരു പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പുതിന തന്നെയാണ് ഈ ഗൾഫ് മിന്റ്. അപ്പൊ എല്ലാവരും ഈ ഗൾഫ് മിന്റ് ഒക്കെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം.